My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ലൈക്കോപോഡിയം എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൈക്കോപോഡിയം ഈസ് സബ്ജക്റ്റ് ടു പീരിയോഡിക്കൽ ഹെഡേക്സ് ആൻഡ് ഹെഡേക്സ് കണക്റ്റഡ് വിത്ത് ഗ്യാസ്ട്രിക് ട്രബിൾസ്. വയറിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെഡേക്സ്, അതിൽ പീരിയോഡിക് ഹെഡേക്സ് ഉണ്ട്. ഇഫ് ഹി ഗോസ് ബിയോണ്ട് ഹിസ് ഡിന്നർ ഹവർ എ സിക്ക് ഹെഡേക്ക് വിൽ കം ഓൺ. അപ്പോൾ ഡിന്നർ കഴിക്കേണ്ട സമയം അല്പം വൈകിപ്പോയാൽ, ഒരു മണിക്കൂർ വൈകിയാൽ തലവേദന ആരംഭിക്കും. ഹി മസ്റ്റ് ഈറ്റ് വിത്ത് റെഗുലാരിറ്റി ഓർ വിൽ ഹാവ് ദ ഹെഡേക്സ് വിച്ച് ഹി ഈസ് സബ്ജക്റ്റ് ടു. അപ്പോൾ ആഹാരം കഴിക്കുന്നത് വളരെ റെഗുലറായിരിക്കണം, കൃത്യസമയത്തായിരിക്കണം, അല്ലെങ്കിൽ തലവേദന വരും. ദിസ് ഈസ് സംവാട്ട് ലൈക്ക് എ കാക്ടസ് ഹെഡേക്ക്. അപ്പോൾ കെൻ്റ് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ പതിവ് രീതിയിൽ സമാനമായ ഔഷധങ്ങളുമായിട്ടുള്ള താരതമ്യം ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. തലവേദനയുടെ കാര്യത്തിൽ ലൈക്കോപോഡിയമായിട്ട് സാമ്യമുള്ളതും എന്നാൽ സൂക്ഷ്മമായ ചില കാര്യങ്ങളിൽ വ്യത്യാസമുള്ളതുമായിട്ടുള്ള ചില ഔഷധങ്ങളെക്കുറിച്ച് കെൻ്റ് തുടർന്ന് പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാണ് കാക്ടസ്. കാക്ടസ് ഹാസ് എ കൺജസ്റ്റീവ് ഹെഡേക്ക് വിച്ച് ബിക്കംസ് എക്സ്ട്രീംലി വയലൻറ്റ് വിത്ത് ഫ്ലഷ്ഡ് ഫേസ് ഇഫ് ഹി ഡസ് നോട്ട് ഈറ്റ് അറ്റ് റെഗുലർ ടൈം. ഇതേമാതിരി കൃത്യമായ സമയത്ത്, പതിവുള്ള സമയത്ത് കഴിച്ചില്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള മുഖമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വീർത്ത് കെട്ടി ചുവന്ന് വരുന്ന തരത്തിലുള്ള ഒരു കൺജസ്റ്റീവ് ഹെഡേക്ക് കാക്ടസിനുണ്ട്. One distinguishing feature is that with the lycopodium headache, if we eat something, the headache is better, while the cactus headache is worse from eating. അപ്പോൾ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കാക്ടസ് പേഷ്യൻറ്റിനും ലൈക്കോപോഡിയം പേഷ്യൻറ്റിനും ഹെഡേക്ക് ഉണ്ടാവും. അതിൽ ലൈക്കോപോഡിയം പേഷ്യൻറ്റ് ആഹാരം കഴിച്ചാൽ ഹെഡേക്കിന് റിലീഫാണ്. പക്ഷേ കാക്ടസ് പേഷ്യൻറ്റിന് ആഹാരം കഴിച്ചാലും, സമയം തെറ്റി ആഹാരം കഴിച്ചാലും ഹെഡേക്കിന് റിലീഫില്ല. അപ്പോൾ കാക്ടസ് പേഷ്യൻ്റ് കൃത്യസമയത്ത് തന്നെ കഴിച്ചിരിക്കണം. വൈകി കഴിച്ചുകൊണ്ട് തലവേദനയ്ക്ക് റിലീഫില്ല. പക്ഷേ ലൈക്കോപോഡിയം പേഷ്യൻറ്റിന് റിലീഫുണ്ട്. ലൈക്കോപോഡിയം ആൻഡ് എസ്പെഷ്യലി ഫോസ്ഫറസ് ആൻഡ് സോറനം ഹാവ് ഹെഡേക്സ് വിത്ത് ഗ്രേറ്റ് ഹങ്കർ. അപ്പോൾ കാക്ടസ് പോലെ ഫോസ്ഫറസിനും സോറനത്തിനും ഈ വിശപ്പുമായിട്ട് ചേർന്ന് വരുന്ന തലവേദനയുണ്ട്. അറ്റ് or about the beginning of the attack, there is a faint all gone hungry feeling which eating does not satisfy. അപ്പോൾ തലവേദന വന്നു തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട്, ഏതാണ്ട് ആ സമയമായിട്ട് ആകെ വിശന്ന് വലഞ്ഞൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ ആഹാരം കഴിച്ചാൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യില്ല. സച്ച് ഈസ് ദ നേച്ചർ ഓഫ് ഫോസ്ഫറസ് ആൻഡ് സോർണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് കാക്ടസ് ആഹാരം കഴിച്ചാൽ കുറയില്ലെന്ന് മാത്രമല്ല, കൂടുന്നു. ലൈക്കോപോഡിയത്തിന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയും. പക്ഷേ സോർണത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഹെഡേക്ക് ഈ അറ്റാക്ക് തുടങ്ങുന്ന സമയത്ത് വിശപ്പ് വല്ലാതെ ഓൾഗോൺ ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് ആഹാരം കഴിച്ചാലും ആ വിശപ്പിൻ്റെ ഫീലിംഗ് മാറുന്നില്ല. അപ്പോൾ സൂക്ഷ്മമായിട്ട് തലത്തിൽ ഈ തലവേദനയും വയറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ 4 ഔഷധങ്ങളിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇതൊരു താരതമ്യ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദ ലൈക്കോപോഡിയം ഹെഡേക്ക് ഈസ് അഗ്രവേറ്റഡ് ഫ്രം ഹീറ്റ്, ഫ്രം ദ വാം ഓഫ് ദ ബെഡ് ആൻഡ് ഫ്രം ലൈയിങ് ഡൗൺ. അപ്പോൾ ലൈക്കോപോഡിയൻ്റെ ഹെഡേക്ക് ചൂടുകൊണ്ട്, നമ്മൾ നേരത്തെ കണ്ട പോലെ കിടക്കയുടെ ചൂടുകൊണ്ട്, കിടക്കുന്നത് കൊണ്ട് ഒക്കെ വർദ്ധിക്കും. അതേസമയം അമീൽറൈറ്റ്സ് ഫ്രം കോൾഡ്, ഫ്രം ദ കോൾഡ് എയർ ആൻഡ് ഫ്രം ഹാവിങ് ദ വിൻഡോസ് ഓപ്പൺ. തണുപ്പ് കിട്ടിയാൽ, തണുത്ത വായു അടിച്ചാൽ, ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ തണുപ്പ് കൊണ്ട് ലൈക്കോപോഡിയത്തിൻ്റെ ഹെഡേക്ക് കുറയും. ലീൻ അമീഷിയേറ്റഡ് ബോയ്സ് ആർ സബ്ജക്റ്റ് ടു പ്രൊലോങ്ഡ് പെയിൻസ് ഇൻ ദ ഹെഡ്. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ ഒരു കുട്ടികളുടെ ഒരു സ്വഭാവം, ശോഷിച്ച നേർത്ത കുട്ടികൾ തലയിലുള്ള നീണ്ടു നിൽക്കുന്ന വേദനകൾക്ക് വിധേയരാണ്. Every time this little fellow takes cold, he has a prolonged
throbbing congestive headache, and from day to day and from month to month he becomes more emaciated, especially about the face and neck. അപ്പോൾ ഈ കുട്ടി ഓരോ തവണ തണുപ്പടിക്കുമ്പോഴും ഈ നീണ്ടു നിൽക്കുന്നതും ഇങ്ങനെ വിങ്ങുന്നതും തല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമുള്ളതുമായിട്ടുള്ള തലവേദന വരുന്നു. അത് അങ്ങനെ ഓരോ തവണയും വന്ന് കുറേ കഴിയുമ്പോൾ ഈ കുട്ടി ശോഷിക്കാൻ തുടങ്ങും. എവിടെയാണ്? എസ്പെഷ്യലി ദ ഫേസ് ആൻഡ് നെക്ക്, മുഖവും കഴുത്തും കൂടുതൽ ശോഷിച്ച് കുഞ്ഞു മുഖവും നേർത്ത ഇടുങ്ങിയ കഴുത്തുമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. റെമഡി ഈസ് എസ്പെഷ്യലി സ്യൂട്ടബിൾ ഇൻ ദീസ് വിതേർഡ് ലാഡ്സ് വിത്ത് എ ഡ്രൈ കോഫ് ഓർ പ്രൊലോങ്ഡ് ഹെഡേക്ക്. അപ്പോൾ ഒരു ലൈക്കോപോഡിയം കുട്ടിയുടെ ഒരു പ്രധാന നേച്ചറാണ് എന്നോട് പറയുന്നത്. എങ്ങനെയാണ്? വിതേർഡ് ലാഡ്സ്, ആകെ ശുഷ്കിച്ച്, ഇപ്പോൾ വിതേർഡ് ലീഫ് എന്നാണ് സാധാരണ പറയാറ്. ഉണങ്ങി ഇങ്ങനെ ചുളുങ്ങി തുടങ്ങിയ ഇലക്കാണ് വിതേർഡ് ലീഫ് എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടി വിതേർഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ശോഷിച്ചിങ്ങനെ ചുളുങ്ങി ആകെ ഒരു അവശതയായിട്ടുള്ള വല്ലാത്ത അവസ്ഥ. അതിനോടൊപ്പം എന്താ ഉള്ളത്? വിത്ത് ഡ്രൈ കോഫ് ഓർ പ്രൊലോങ്ഡ് ഹെഡേക്ക്, ഒന്നെങ്കിൽ വരണ്ട ചുമ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന തലവേദന. അങ്ങനത്തെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ലൈക്കോപോഡിയയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇൻ ചിൽഡ്രൻ who wither after pneumonia or bronchitis, emaciate about the face and neck, take cold on the slightest provocation, suffer with headache from being heated, have nightly headaches and a state of congestion that affects the mind more or less, in which they rouse out of sleep in confusion. അപ്പോൾ ഹെഡേക്കിൻ്റെ മറ്റൊരു ഭാവം കൂടി കെൻഡിയുടെ പറയുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ന്യൂമോണിയയോ ബ്രോങ്കൈറ്റിസോ ബാധിച്ച് മുഖവും കഴുത്തും ശോഷിച്ചൊരു കുട്ടി വളരെ ചെറിയ തോതിൽ തണുപ്പിടിച്ചാൽ പോലും ആ തണുപ്പ് ആ കുട്ടിയെ ബാധിക്കുന്നു. ആ കുട്ടിക്ക് തലവേദന ഉണ്ടാകുന്നു. എങ്ങനെയാണ്? സാധാരണ പോലെ ചൂട് അടിക്കുമ്പോൾ തലവേദന വരുന്നു. ഹാവ് നൈറ്റ്ലി ഹെഡേക്സ്, രാത്രിയും തലവേദനയുണ്ട്. അതെങ്ങനെയാണ്? ഒരുതരം സ്റ്റേറ്റ് ഓഫ് കൺജഷൻ, ഒരു തലയാകെ വിങ്ങിയിരിക്കുന്നൊരവസ്ഥ. ആ തല വിങ്ങിയിരിക്കുന്ന അവസ്ഥ ആ കുട്ടിയുടെ മനസ്സിനെയും ഒരു പരിധിവരെ ബാധിക്കുന്നു. അതുകൊണ്ടെങ്ങനെയാണ്? ഉറക്കത്തിൽ ആ കുട്ടി എഴുന്നേൽക്കുന്നു, ആകെ ആശയക്കുഴപ്പത്തോടെ എഴുന്നേൽക്കുന്നു. അപ്പോൾ ചെറിയൊരു ചൂടിച്ചാൽ തലവേദന വരും. കിടക്കാൻ നേരത്ത് കിടക്കയുടെ ചൂടുകൊണ്ട് തലവേദന വരും. രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എങ്ങനെയാണ്? ഒരു കൺഫ്യൂസ്ഡ് മൈൻഡോടെയാണ് ഉണരുന്നത്, ആശയക്കുഴപ്പത്തോടെ ഉണരുന്നു. ഇനി ആ ആശയക്കുഴപ്പത്തിന് എന്ത് സംഭവിക്കുമെന്ന് കെൻഡ് തുടർന്ന് പറയുന്നുണ്ട്. ദ ലിറ്റിൽ വൺ സ്ക്രീംസ് ഔട്ട് ഇൻ സ്ലീപ്പ്, awakes frightened, looks wild, does not know the father or mother or nurse or family until after a few moments, when he seems to be able to collect his senses and then realizes where he is and lies down to sleep again. അപ്പോൾ എങ്ങനെയാണ്? രാത്രി ഉറക്കത്തിൽ ഞെട്ടി വല്ലാതെ നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു, ആകെ ഭയപ്പെട്ടവർ എഴുന്നേൽക്കുന്നു, മുഖമാകെ വൈൽഡായിട്ട് ഭയന്ന മാതിരി ഭയജനകമായ മുഖത്തോട് എഴുന്നേൽക്കുന്നു. ആ കുട്ടിക്ക് സ്വന്തക്കാരെ ഏറ്റവും അടുത്ത ആളുകളെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അച്ഛനെയും അമ്മയെയും മറ്റൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി വീണ്ടും പഴയ മാതിരി ഉറക്കത്തിലേക്ക് പോകും. പക്ഷെ എങ്ങനെയാണ്? അത് നിലനിൽക്കുന്നില്ല. ഇൻ എ ലിറ്റിൽ വൈൽ ഹി വേക്സ് അപ്പ് അഗെയിൻ ഇൻ എ ഫ്രൈറ്റ്, വീണ്ടും ഈ പോലെ ഭയം ഞെട്ടി വീണ്ടും എഴുന്നേൽക്കുന്നു. ലുക്ക് സ്ട്രെയിഞ്ച് ആൻഡ് കൺഫ്യൂസ്ഡ്, ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വിചിത്രമായൊരു മുഖത്തോടു കൂടി കുട്ടിയിരിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നു. ദ ഹെഡ് ഏക്സ് ആർ ത്രോബിങ് ആൻഡ് പ്രസ്സിങ് ആസ് ഇഫ് ദ ഹെഡ് വുഡ് ബേഴ്സ്റ്റ്, ബട്ട് ദിസ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻ്റ് ആസ് ദ മാനർ ഇൻ വിച്ച് ദേ കം ഓൺ, ദ സർക്കംസ്റ്റൻസസ് ഓഫ് ദെയർ കോസ്, ദ തിങ്സ് ദാറ്റ് ദ ചൈൽഡ് ഡസ് ആൻഡ് ദ ഫേസ് ദാറ്റ് ആർ ബെറ്റർ ഫ്രം cold, worrisome noise and thing, worrisome 4 to 8 p.m. and he emaciated from above downwards. ത്രോബിങ്ങും പ്രസ്സിങ്ങുമായിട്ടുള്ള തലവേദനയാണെന്ന് പറഞ്ഞു, തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിന് അത്രയ്ക്ക് പരിഗണിക്കേണ്ടതില്ല. എപ്പോഴാണ്? അവ വരുന്ന രീതിയെക്കുറിച്ച്, തലവേദന വരുന്ന അവസ്ഥയെക്കുറിച്ച് കുട്ടി പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തലവേദന വരുന്ന രീതിയെക്കുറിച്ച് കുട്ടി ഇനിയിപ്പോൾ എങ്ങനെയാണ് പറയുന്നുണ്ട്.
അത് കുട്ടി പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ നേച്ചർ, ത്രോബിങ്, പ്രസ്സിങ്, ബേർസ്റ്റിങ് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് സർക്കംസ്റ്റാൻസസ്? ബെറ്റർ ഫ്രം കോൾഡ്, വേർഡ്സ് ഫ്രം നോയ്സ് ആൻഡ് ടോക്കിംഗ്, ശബ്ദത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും വേർഡ്സ് ആകുന്നു, തണുപ്പ് കൊണ്ട് മെച്ചപ്പെടുന്നു, വൈകുന്നേരം 4 മുതൽ 8 വരെയുള്ള സമയത്ത് വർദ്ധിക്കുന്നു, ആ കുട്ടി തലയിൽ നിന്ന് താഴേക്ക്, കഴുത്ത് അങ്ങനെ താഴേക്ക് അതിൻ്റെ ക്രമത്തിൽ ശോഷിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രൊമിനൻ്റ് ആണെങ്കിൽ ഈ ത്രോബിങ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. പൊതുവെ അങ്ങനെയാണ്. തലവേദനയുടെയും പനിയുടെയൊക്കെ ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് ഒരു മെഡിസിൻ സെലക്ഷനിൽ അത്ര പ്രധാനമല്ല. അതിൻ്റെ ഒരു ജനറൽ സിംറ്റമല്ല. അത് ഇത്രയും മരുന്നുകളിൽ അങ്ങനെ വരും. അതിൻ്റെ ഡിസിസീവായിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇത്തരം ത്രോബിങ്, പ്രസ്സിങ്, ബേർസ്റ്റിങ് അങ്ങനെയുള്ള വിശേഷണങ്ങളെക്കുറിച്ച് അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മറ്റൊന്നും കിട്ടാനില്ലെങ്കിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. അതൊക്കെ എന്നോട് പറയുന്നത്. മറ്റു കാര്യങ്ങൾ സർക്കംസ്റ്റാൻസസ്, എൻ്റെ ടെമ്പറേച്ചർ മൊഡാലിറ്റി, ടൈം മൊഡാലിറ്റി, അതൊക്കെ എവിഡൻ്റ് ആണ്. ആ പേഷ്യൻ്റ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മറ്റ് ത്രോബിങ് നേച്ചറിനെ കുറിച്ചൊന്നും അധികം ശ്രദ്ധിക്കാനില്ല. വാസ്തവത്തിൽ ഇതൊരു ജനറൽ റൂളാണ്. ഏത് ഔഷധത്തെക്കുറിച്ചാലും അതൊരു ജനറൽ റൂളാണ്. ദീസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ക്വാളിറ്റി ഓഫ് ദ പെയിൻ ദാറ്റ് ദ പേഷ്യൻ്റ് ഫീൽസ്. കണ്ടോ, പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്ന ആ ഒരു പെയിനിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ ടൈം മൊഡാലിറ്റിയും അതിൻ്റെ ടെമ്പറേച്ചർ മൊഡാലിറ്റിയും മറ്റുമൊക്കെ. ബട്ട് ഇഫ് ഹി ഡിസ്ക്രൈബ്സ് ദ ക്വാളിറ്റി ഓഫ് ദ പെയിൻ, ഇറ്റ് ഈസ് സ്പോക്കൺ ഓഫ് ആസ് എ ത്രോബിങ്, പ്രസ്സിങ്, ബേർസ്റ്റിങ് ഓർ ആസ് എ ഫുൾനെസ്. പക്ഷേ ഈ കുട്ടി ആ വേദനയെ ഇങ്ങനെ, കുട്ടി എന്നുള്ള ഇപ്പോൾ ഏത് പേഷ്യൻ്റ് ആണെങ്കിലും വേദനയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായൊരു അനുഭവം, ഒരു പേഷ്യൻ്റ് കൃത്യമായിട്ട് പറഞ്ഞു, തലയിലിങ്ങനെ ഇരുമ്പ് കൊട്ടയിട്ട് മുറുക്കുന്ന പോലുള്ള വേദനയെന്ന് കുട്ടി. ഹോമിയോപ്പതിയെക്കുറിച്ചും അതിനൊന്നും അറിയില്ല, കുട്ടി കറക്റ്റായിട്ട് പറഞ്ഞു. അതേപോലെ പറയുന്ന സാഹചര്യങ്ങളല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച്, ആ ക്വാളിറ്റിയെക്കുറിച്ച്, പെയിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ബോധപ്പെടേണ്ട കാര്യമില്ല. ഇത് പലപ്പോഴും ചികിത്സയിൽ തെറ്റ് സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് വരുന്ന നല്ലൊരു പങ്ക് രോഗികളും തലവേദന എന്നൊക്കെ പറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ അവരിങ്ങനെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ത്രോബിങ് എന്നോ ബേർസ്റ്റിംഗ് എന്നോ പ്രസ്സിങ് എന്നോ ഒക്കെ പറഞ്ഞില്ല എങ്കിൽ, പറയുന്നെങ്കിൽ ഓക്കെ, പറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ഇതേപോലുള്ള മറ്റാ ടൈം മൊഡാലിറ്റി, ടെമ്പറേച്ചർ മൊഡാലിറ്റി പോലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞാൽ ഓക്കെ, അതെടുക്കാം. അതങ്ങനത്തെ ഒരു ജനറൽ റൂളാണ് കെൻഡിയോട് പറയുന്നത്. അപ്പോൾ ദ സ്കാൽപ്പ് വി ഫൈൻഡ് എറപ്ഷൻസ് ഇൻ പാച്ചസ്, സ്മൂത്ത് പാച്ചസ് വിത്ത് ദ ഹെയർ ഓഫ്. അപ്പോൾ സ്കാൽപ്പിൽ ചില ഭാഗങ്ങളിൽ മുടി പോയിട്ട് അവിടെ സ്മൂത്തായിട്ടുള്ള പാച്ചസ് മാതിരി വരുന്നു. പാച്ചസ് ഓൺ ദ ഫേസ് ആൻഡ് എക്സിമാറ്റസ് എറപ്ഷൻസ് ബിഹൈൻഡ് ദ ഇയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ചെവിക്ക് പിന്നിൽ എക്സിമാറ്റസ് എറപ്ഷൻസ്, ഈ മുഖത്തുള്ള പാച്ചസ്, അതിങ്ങനെ ബ്ലീഡിങ് ആൻഡ് ലൂസിങ് എ വാട്ടറി ഫ്ലൂയിഡ്, വെള്ളം പോലെ രക്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രാവകമോ ഈ പാച്ചസിന് വരാം. സംടൈംസ് യെല്ലോയിഷ് വാട്ടറി, യെല്ലോയിഷ് പസ് മാതിരി വരാം. ദ എക്സീമ സ്പ്രെഡ്സ് ഫ്രം ബിഹൈൻഡ് ദ ഇയേഴ്സ് അപ്പ് ഓവർ ദ ഇയേഴ്സ് ആൻഡ് ദ സ്കാൽപ്പ്. അപ്പോൾ ചെവിയുടെ പിന്നിൽ തുടങ്ങുന്ന എക്സീമ സ്കാൽപ്പിലേക്ക്, കാതിൻ്റെ മുൻഭാഗത്തേക്കൊക്കെ പടരുന്നു. ലൈക്കോപോഡി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റെമഡി ടു സ്റ്റഡി ഇൻ എക്സീമ ഓഫ് ദ ഇൻഫൻറ്റ്. ശിശുക്കളുടെ ശൈശവപ്രായത്തിലുള്ള എക്സീമയുടെ കാര്യത്തിൽ വളരെ സവിശേഷമായി പഠിക്കേണ്ട ഒരു ഔഷധമാണ് ലൈക്കോപോഡിയം എന്നൊക്കെ എൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. കാരണം കുട്ടികളെ ചികിത്സിച്ചാണ് നല്ലൊരു പങ്ക് ഹോമിയോ ഡോക്ടർമാർക്കും അവരുടെ പ്രാക്ടീസിൻ്റെ അല്ല അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന എഫക്ഷൻസ്, നമ്മളുടെ ഔഷധങ്ങളിൽ കുട്ടികളിൽ അത് വർക്ക് ചെയ്യുന്ന ഇത്തരം രീതികൾ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികളുടെ, ശിശുക്കളുടെ എക്സീമയിൽ ലൈക്കോപോഡിയത്തെ സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. അത് വളരെ ലളിതമായ രീതിയിൽ മാസങ്ങളോ മറ്റോ ഒക്കെ ചികിത്സകൾ കഴിഞ്ഞ് വരുന്നവരായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ
ലളിതമായിട്ട് കൃത്യമായിട്ട് ലൈക്കോപോഡിയം അതുപോലുള്ള ഒരു ഔഷധമോ കണ്ടെത്തിയാൽ ഈ എക്സീമയൊക്കെ നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റും. എക്സീമ ഇൻ എ ലീൻ ഹംഗ്രി വിതറിംഗ് ചൈൽഡ് വിത്ത് മോർ ഓർ ലെസ് head trouble, such as has been described, with a moist oozing behind the ears, red sand in the urine, face looking wrinkled, a dry teasing cough, in a child that kicks the covers off, a child whose left foot is cold and the other warm, with capricious appetite, eating much, with unusual hunger at times and great thirst, and yet losing steadily, will often be cured by lycopodium. ഉണ്ടോ? അപ്പോൾ ലൈക്കോപോഡിയം കൊണ്ട് ക്യൂർ ചെയ്യുന്ന ഒരു കേസ്, അത് ചിലപ്പോൾ എക്സീമ കേസായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഏക്ക് കേസായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വല്ലാതെ ശോഷിക്കുന്നു എന്ന് പറഞ്ഞായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കാലം തണുത്തും മറ്റേത് ചൂടായി ഇരിക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞായിരിക്കാം ശിശുക്കളെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു ടോട്ടാലിറ്റി, ഈ ഒരു ഡ്രഗ് പിക്ചർ എങ്ങനെയാണ് കുട്ടികളിലാണ് വരുന്ന എക്സീമയാണ്? ശോഷിച്ച, എപ്പോഴും വിശന്നിരിക്കുന്ന, വിതറിങ് ചൈൽഡ്. വല്ലാതെ ശോഷിച്ച് ലീനും വിതറിങ് തമ്മിൽ വ്യത്യാസമുണ്ട്. ലീൻ വെറുതെ ശോഷിച്ച, വിതറിങ് എന്ന് പറയുന്നത് വല്ലാതെ ശോഷിച്ച് ചുളുങ്ങിയ പോലുള്ള ഒരു കരിയില പോലെ എന്നുള്ളൊരു ഇമേജറി മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. അങ്ങനത്തെ കുട്ടി. മോറോർലെസ് ഹെഡബിൾ, ഏറിയും കുറഞ്ഞ തോതിൽ തലവേദന പോലുള്ള തലയുടെ പ്രശ്നങ്ങളുണ്ട്. സച്ച് ആസ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്, നേരത്തെ പറഞ്ഞ പോലെ. ഇത് മോയിസ്റ്റ് ഊസിങ് ബിഹൈൻഡ് ദി ഇയേഴ്സ്, ചെവിയുടെ പിന്നിലുള്ള പുറങ്ങളിൽ നിന്ന് ഒരു ഊസിങ്, ഇങ്ങനെ ചെറിയ ദ്രാവകം ഊറി വരുന്നു. മൂത്രത്തിൽ ചുവന്ന നിറത്തിലുള്ള സാൻഡി ഡിപ്പോസിറ്റ് കാണുന്നു. ഫേസ് ലുക്കിംഗ് റിങ്കിൾഡ്, ഈ വിതേർഡിൻ്റെ തന്നെ ഒരു ഭാവമാണ്, മുഖം ഇങ്ങനെ ചുളുങ്ങിയ പോലിരിക്കുന്നു. എ ഡ്രൈ ടീസിങ് കോഫ്, വരണ്ട ചുമ. ഇനി എങ്ങനെ ആ ചൈൽഡ് കിക്സ് ദ കവേഴ്സ് ഓഫ്, കാരണം കുട്ടിക്ക് തണുപ്പിൽ നിന്ന റിലീഫ്. ഈ പലപ്പോഴും എനിക്ക് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, മാതാപിതാക്കൾ കുട്ടികളെ വസ്ത്രം ധരിപ്പിക്കുന്ന അവരുടെ ടെമ്പറമെൻ്റ് അനുസരിച്ചാണ്. തണുപ്പിനോട് സെൻസിറ്റീവായിട്ടുള്ള അമ്മയോ അച്ഛനോ ആണെങ്കിൽ കുട്ടിയെ വല്ലാതെ തലയിലൊക്കെ തൊപ്പി വെക്കും, കാലിൽ കാലുറയൊക്കെ വെക്കും, ഊളനും കൊണ്ടുള്ള ഡ്രസ്സൊക്കെ ധരിപ്പിക്കും. പക്ഷെ കുട്ടി വല്ലാതെ കരച്ചിലായിരിക്കും. കുട്ടിക്ക് പാല് കൊടുത്തു, കരച്ചിൽ നിൽക്കുന്ന വെള്ളം കൊടുത്തു, ഇപ്പോൾ സഹയാത്രിയിലെടുത്ത് ഓമനിക്കും, കരച്ചിൽ പക്ഷെ നിൽക്കില്ല. ഞാൻ ചിലപ്പോൾ അവരോട് പറയാറുണ്ട്, ആ കുട്ടിയുടെ കാലറ ഒന്ന് മാറ്റി നോക്കൂ, തലയിരിക്കുന്ന തൊപ്പി മാറ്റി നോക്കൂ, ഒരു വസ്ത്രം ഒന്ന് അഴിച്ചിട്ട് നോക്കൂ. ചിലത് ശ്രദ്ധിച്ചിട്ട് മാറ്റുമ്പോൾ പലപ്പോഴും കുട്ടി കരച്ചിൽ നോക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം കുട്ടിക്ക് കോൾഡിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ നിന്നാണ് കുട്ടിക്ക് എമിഗ്രേഷൻ. പക്ഷെ കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കുട്ടിയുടെ നേച്ചർ, കുട്ടിയുടെ ടെമ്പറാമെൻറ്റ്സ്, കുട്ടികളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് മനസ്സിലാക്കാൻ സാധിക്കണം. ട്രീറ്റ്മെൻറ്റിലും അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് പറയുന്നത്, കുട്ടി പുതപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ കിക്ക് ചെയ്യും. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനങ്ങനെ യാത്രയിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ചില കുട്ടികൾ വല്ലാതെ കരയുമ്പോൾ അവർ വസ്ത്രത്തെ പിടിച്ച് വലിക്കും, തല തൊപ്പിയൊക്കെ പിടിച്ച് വലിക്കും. പക്ഷെ തണുപ്പടിച്ചാൽ കുട്ടിക്ക് പ്രശ്നമില്ല, യാത്രയാണല്ലോ, കാറ്റടിച്ചാൽ കുട്ടിക്ക് കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രജഡീസ് വെച്ചുകൊണ്ട് ചെവിയൊക്കെ മൂടി തൊപ്പി വയ്ക്കുക. പക്ഷെ കുട്ടിക്ക് വാസ്തവത്തിൽ ആ തണുപ്പടിച്ചാൽ കാറ്റടിച്ചാൽ പ്രശ്നമുണ്ടാകുമെന്നുള്ളൊരു ജനറൽ റൂളല്ല കുട്ടിയെ ബാധിക്കുന്നത്. കുട്ടിയുടെ ടെമ്പറാമെൻറ്റ്, കുട്ടിയുടെ നേച്ചർ അനുസരിച്ച് കുട്ടിക്ക് ഓപ്പൺ എയർ അമിഗ്രേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയാണിത്. കുട്ടി പുതപ്പിച്ച് കഴിഞ്ഞാൽ കിക്ക് ചെയ്യുന്നുണ്ടാകും. റിമൂവ് എന്നല്ല പറയുന്നത്, ചൈൽഡ് ദാറ്റ് കിക്സ് ദ കവേഴ്സ് ഓഫ്, ചവിട്ടി ദൂരെ അറിയണം പുതപ്പിട്ട് കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനത്തെ ഒരു നേച്ചറാണ് കുട്ടിക്ക്. എ ചൈൽഡ് ഹൂസ് ലെഫ്റ്റ് ഫുട്ട് ഈസ് കോൾഡ് ആൻഡ് ദ അതർ വാം, ഇടത് കാല് തണുത്തിരിക്കുന്നു, മറ്റേ കാല് ചൂടായിരിക്കുന്നു. വിത്ത് കാപ്രീഷ്യസ് അപ്പിറ്റേറ്റ്. കാപ്രീഷ്യസ് അപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു സാധാരണ വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ അത് മാറും. പക്ഷേ ഈ കാപ്രീഷ്യസ് അപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് മാറ്റങ്ങൾ വരും. പെട്ടെന്ന് വിശപ്പ് വരുന്നു, പെട്ടെന്ന് വിശപ്പ് പോകുന്നു, അല്പം കഴിഞ്ഞ് വിശപ്പ് പോകുന്നു. അങ്ങനത്തെ ഒരു സ്റ്റഡി അല്ലാത്ത ഒരു വിശപ്പ്, അതാണ് കാപ്രീഷ്യസ് അപ്പിറ്റേറ്റ്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് കുട്ടിയുടെ ദുർവാശിയായിട്ടൊക്കെ ആൾക്കാർ വ്യാഖ്യാനിച്ച് കളയും. അതൊക്കെ എന്ത് തെറ്റാണെന്ന് അറിയാമോ?
കുട്ടിയുടെ ഇത്തരം സ്വഭാവങ്ങളെ സിംറ്റംസായിട്ട് കാണാൻ ഉള്ളൊരു പരിശീലനം ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് അത് അവരുടെ മെറ്റീരിയൽ മെഡിക്കൽ സ്റ്റഡിയിലൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മാതാപിതാക്കളെ പഠിപ്പിക്കണം. ഇത്തരം പ്രശ്നമായിട്ട് വരുമ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് കേസ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് രോഗികളെയും രോഗികളുടെ ബന്ധുക്കളെയും ബോധവൽക്കരിക്കാനുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അത്തരം ബോധവൽക്കരണങ്ങൾ വഴി ഈ ഇംപെഡിമെൻറ്റ്സ് ടു ക്യൂർ എന്ന് പറയുന്നില്ലേ, രോഗശാന്തിയുടെ തടസ്സങ്ങൾ, അത് പലതും മാറ്റാൻ പറ്റും. പലപ്പോഴും രോഗശാന്തിയുടെ ഒരു തടസ്സം അജ്ഞതയാണ്, രോഗികളുടെയും ബന്ധുക്കളുടെയും അജ്ഞതയാണ്, അറിവില്ലായ്മ ആരുടെയും കുറ്റമല്ല. ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ടു എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ്, ടു എഡ്യൂക്കേറ്റ് ദ ബൈസ്റ്റാൻഡേഴ്സ്. ഇത്തരം കാര്യങ്ങളിൽ വിശേഷം ചൈൽഡ് റിയറിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്തരം കിട്ടുന്ന അറിവുകൾ, നിങ്ങൾ ശരീരശാസ്ത്രവും മറ്റുമൊക്കെ പഠിച്ച് കിട്ടുന്ന അറിവുകളൊപ്പം ഇതേപോലെ കെൻറ്റിനെ പോലുള്ളവർ മെറ്റീരിയൽ മെഡിക്കയിലൂടെ തരുന്ന അറിവുകളും നിങ്ങൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈറ്റിംഗ് മച്ച് വിത്ത് അൺയൂഷ്വൽ ഹങ്കർ അറ്റ് ടൈംസ് ആൻഡ് ഗ്രേറ്റ് തേഴ്സ്റ്റ്. അൺയൂഷ്വൽ ഹങ്കർ, ഇടയ്ക്കൊക്കെ വല്ലാത്ത ഹങ്കർ, വല്ലാതെ തിന്നുന്നു. കാപ്രീഷ്യസ് അപ്പിറ്റൈറ്റ്, വല്ലാത്ത ദാഹം, ഗ്രേറ്റ് തേഴ്സ്റ്റ്. ആൻഡ് യെറ്റ് ലൂസിങ് സ്റ്റഡിലി, വല്ലാതെ തിന്നുന്നു, വെള്ളം കുടിക്കുന്നു, എന്നിട്ടും ബോഡി വെയ്റ്റ് സ്റ്റഡിയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിൽ ഓഫൺ ബി ക്യൂർഡ് ബൈ ലൈക്കബിൾ. ഇങ്ങനത്തെ ഒരു ലിമിറ്റഡ് ടോട്ടാലിറ്റി, ഒരു ലിമിറ്റഡ് സ്പേസിലെ ടോട്ടാലിറ്റി കാണിക്കുന്ന ഒരു പേഷ്യൻറ്റിനെയും ലൈക്കോപോഡിയം കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റും. കാരണം അത് മറ്റ് ഔഷധങ്ങളിൽ കാണുന്നില്ല എന്നുകൊണ്ടായിരിക്കാം കെൻഡങ്ങനെ പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ചികിത്സയിൽ ലൈക്കോപോഡിയം വളരെയധികം ഉപകരിക്കും. അത് നന്നായിട്ട് പഠിക്കുക. ഇറ്റ് വിൽ ത്രോ ഔട്ട് എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഇറപ്ഷൻ അറ്റ് ഫസ്റ്റ്, ബട്ട് ദിസ് വിൽ സബ്സൈഡ് ഫൈനലി ആൻഡ് ദ ചൈൽഡ് വിൽ റിട്ടേൺ ടു ഹെൽത്ത്. അപ്പോൾ ലൈക്കോപോഡിയം കൊടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇറപ്ഷൻസ് വല്ലാതെ പുറത്തു വരും, പക്ഷേ അവസാനം അത് കുറഞ്ഞിട്ട് കുട്ടി ആരോഗ്യാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പൊതുവേ മെഡിസിനിൽ അഗ്രവേഷൻ എന്നുള്ള കാര്യമുണ്ട്, അത് അണ്ടർസ്റ്റുഡാണ്. എങ്കിലും ഈ ലൈക്കോപോഡിയത്തിൻ്റെ ഇറപ്ഷൻ്റെ കാര്യത്തിൽ കെൻറ്റ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, സിമിലിമം ആണെങ്കിൽ, സിമിലിമം എൻ്റെ ഒരു അനുഭവത്തിൽ പെർഫെക്റ്റ് സിമിലിമം അല്ല, ഒരു ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സിമിലർ ആണെങ്കിൽ പോലും ഒരു ഷുവർ അഗ്രവേഷനുള്ള ഒരു മരുന്നാണ് ലൈക്കോപോഡിയം. അപ്പോൾ അതുകൂടി വെച്ചുകൊണ്ടായിരിക്കണം കെൻറ്റ് ഇവിടെ ഇത് പറയുന്നത്. ഈ കുട്ടികളിലെ ഇറപ്ഷൻസിൻ്റെ കാര്യത്തിൽ അതൊരു അഗ്രവേഷൻ ഉണ്ടാകും, പക്ഷേ അത് പിന്നീട് സബ്സൈഡ് ചെയ്യുകയും കുട്ടി ആരോഗ്യത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അത്തരം കേസുകൾ വരുമ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അലംഭാവം കാണിക്കരുത്, അല്ലെങ്കിൽ അത്തരം കേസുകൾ വിട്ടുപോകും. ദ ഹെഡ് ഇൻ ജനറൽ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു വൺ സിംറ്റം, ദാറ്റ് ഈസ് റെഡ് സാൻഡ് ഇൻ യൂറിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഈ ലൈക്കോപോഡിയം പേഷ്യൻറ്റിൻ്റെ ഹെഡിൻ്റെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ മൂത്രത്തിൽ ചുവന്ന മണത്തരികൾ പോലെ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ഒരു സിംറ്റം കൂടി വരും. ആസ് ലോങ് ആസ് ദ റെഡ് സാൻഡ് ഈസ് പ്ലെൻറ്റിഫുൾ, the patient is free from those congestive headaches. But when the urine becomes pale and free from the red pepper deposits, then comes the bursting, pressing headache lasting for days. അപ്പോൾ യൂറിൻ becomes pale and free from red pepper deposits. അപ്പോൾ രണ്ടും ഒരേപോലെ വരണം, ഒരേ സമയത്ത് വരണമെന്നില്ല. ഒന്ന് പ്രസൻ്റ് ആയിരിക്കുമോ പറ്റുന്നില്ല. അപ്പോൾ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. കെൻറ്റിൻ്റെ ലെസർ റൈറ്റിങ്സിൽ ഈ ഇത്തരം റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഡിഫറെൻ്റ് ഓർഗൻസ് തമ്മിലുള്ള ഈ ഒരു കറസ്പോണ്ടൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ യൂറിനറി ഓർഗൻസും ഹെഡുമായിട്ടുള്ള കറസ്പോണ്ടൻസാണ്. യൂറിനിലെ റെഡ് സാൻഡ് ഇല്ല എങ്കിൽ തലവേദനയുണ്ട്, റെഡ് സാൻഡ് കാണുമ്പോൾ തലവേദനയില്ല, അങ്ങനത്തെ ഒരു കറസ്പോണ്ടൻസ്. ഇറ്റ് മേ ബി സെഡ് ദാറ്റ് ദിസ് ഈസ് എ uremic headache, but it does not matter what you call it. If the symptoms are present, the remedy will be justified. അപ്പോൾ ഇതിനെ ഒരു യുറീമിക് ഹെഡേക്ക് എന്ന് വിളിക്കാം, പക്ഷേ അത്തരം പേരുകളൊന്നൊരു കാര്യമില്ല. അതൊരു എൻ്റെ സാന്ദർഭികമായിട്ട് പറയുന്നത്. ഇങ്ങനെ ഒരു രോഗത്തിനെ പേരിട്ട് വിളിച്ച് അവിടെ മാറ്റി വെക്കുക, അതൊരു
ഒരു മോഡേൺ മെഡിസിൻ്റെ രീതിയാണ്. ഒരു അസുഖത്തിന് പേരിട്ട് കഴിഞ്ഞാൽ തങ്ങൾ പാതി വിജയിച്ചു എന്നുള്ള മട്ടാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖത്തിന് പേരിടുന്നൊരു കാര്യമൊന്നുമില്ല. നമ്മൾ ഒബ്സർവേഷൻ, പേഷ്യൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ യൂറിമിക് ഹെഡേക്കോ ഇല്ല എന്നുള്ളൊരു കാര്യം. ഇഫ് ദ സിംറ്റംസ് ആർ പ്രസൻറ്റ് ദ റെമഡി വിൽ ബി ജസ്റ്റിഫൈഡ്. ഉണ്ടോ? ഏത് കേസിലും ഇപ്പോൾ ഒരു ക്യാൻസർ അല്ലെങ്കിൽ മറ്റൊരു എയ്ഡ്സ് എന്ന് അതാണ് ഇനി രക്ഷയില്ല, ഇൻക്യൂറബിളാണ്, 3rd സ്റ്റേജാണ്, 4th സ്റ്റേജാണെന്ന് പറയുന്നൊരു കാര്യമില്ല. ഇഫ് സിംറ്റംസ് ആർ പ്രസൻറ്റ് ദ റെമഡി വിൽ ബി ജസ്റ്റിഫൈഡ്. ലക്ഷണങ്ങളുണ്ടോ, ലക്ഷണം യോജിക്കുന്നുണ്ടോ, ആ ഔഷധം കൃത്യമാണ്, അതിനെ നമുക്ക് നീതീകരിക്കാം. ഇൻ ഓൾഡ് ഗോട്ടി കോൺസ്റ്റിറ്റ്യൂഷൻസ് വെൻ ദ headache is most marked, the gout in the extremities will be ameliorated and vice versa. അപ്പോൾ പഴകിയ വാദ സ്വഭാവമുള്ള പ്രകൃതമുള്ള ആളുകളിൽ തലവേദന ഒരു ശ്രദ്ധേയമായൊരു സിംറ്റം ആണെങ്കിൽ ദ gout in the extremities will be ameliorated and vice versa. അപ്പോൾ പഴകിയ വാദസംബന്ധമായ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആളുകളിൽ തലവേദനയും ഈ വാദവും തമ്മിലുള്ളൊരു കറസ്പോണ്ടൻസ് ഉണ്ട്. തലവേദന വല്ലാതെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഈ വാദാവസ്ഥ, ഈ എക്സ്ട്രീമിറ്റീസിൻ്റെ കൈകാലുകളിൽ ഈ പ്രായാധികത്തിൽ വരുന്ന വാദാവസ്ഥ കുറയുന്നു. അത് നേരെ തിരിച്ചു. അപ്പോൾ ഈ യൂറിമിക് ഹെഡേക്കിൻ്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്. ഇവിടെ തലയും ഈ എക്സ്ട്രീമിറ്റീസുള്ള ഈ ഗോട്ടി അവസ്ഥയും തമ്മിലുള്ളൊരു ഇൻ്റർചേഞ്ചബിൾ കറസ്പോണ്ടൻസ് ആണുള്ളത്. ദ ഹെഡേക്ക് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ദ ആബ്സെൻസ് ഓഫ് പെയിൻ ഇൻ ദ എക്സ്ട്രീമിറ്റീസ്. ഉണ്ടോ? എക്സ്ട്രീമിറ്റീസിൻ്റെ പെയിൻ ഇല്ലെങ്കിൽ തലവേദന ഉണ്ട്, തലവേദന ഉണ്ടെങ്കിൽ മറ്റേതില്ല. അഗെയിൻ വെൻ ദർ ഈസ് എ കോപ്പിയസ് ക്വാണ്ടിറ്റി ഓഫ് റെഡ് സാൻഡ് ഇൻ ദ യൂറിൻ ദ ഗോട്ടി സ്റ്റേജ്, വെൻ ദർ ഈസ് എ കോപ്പിയസ് when there is a copious quantity of red sand in the urine, the gouty stage, either in the head or extremities, will be absent. ഉണ്ടോ? നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ളൊരു റിലേഷനാണ് പറയുന്നത്. യൂറിനിലെ സാൻഡി ഡെപ്പോസിറ്റ്, എക്സ്ട്രീമിറ്റീസിലെ ഗോട്ടി പെയിൻസ്, ഹെഡേക്സ്. ബട്ട് whenever he takes cold, the secretions seem to slacken up with an aggravation of the pain. പക്ഷേ തണുപ്പടിച്ചിട്ട് ബോഡി സെക്രഷൻസ് കുറഞ്ഞാൽ, സപ്രസ്ഡ് ആയാൽ വേദനകൾ വർദ്ധിക്കും. തണുപ്പാണ് അവിടെ വില്ലായിട്ട് വരുന്നത്. There is another feature of the lycopodic headache related to catarrh states. The headache is aggravated when the catarrh is slacked up by an acute cold. ഇവിടെ തണുപ്പടിച്ചിട്ട് മൂക്കലിപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ, നേർത്ത് കഴിഞ്ഞാൽ തലവേദന വരുന്നു. അപ്പോൾ രണ്ടിടത്തും തണുപ്പാണൊരു പ്രശ്നം വരുന്നത്. ദ ലൈക്കോപോഡിയം സബ്ജക്റ്റ് ഓഫൺ സഫർ ഫ്രം തിക്ക് യെല്ലോ ഡിസ്ചാർജ് ഫ്രം ദ നോസ്. മൂക്കിൽ നിന്ന് മഞ്ഞ കട്ടയായിട്ടുള്ള ഡിസ്ചാർജ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ദ നോസ് ഇസ് ഫിൽഡ് വിത്ത് യെല്ലോ ഗ്രീൻ ക്രസ്റ്റ്. മൂക്കിൽ മഞ്ഞയും പച്ചയും നിറമുള്ള കട്ടയായിട്ട് ക്രസ്റ്റ് വരുന്നു. Blown out of the nose in the morning and hogged out of the throat. രാവിലെ മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നൊക്കെ അത് ചുമച്ചോ തുപ്പിയോ കാർക്കിച്ചോ ഒക്കെ പുറത്തു പോകും. Now when the patient takes the cold, the thick discharge to a great extent ceases and he commences to sneeze and has a water discharge. അപ്പോൾ തണുപ്പടിച്ചു കഴിഞ്ഞാൽ ഈ തിക്ക് ഡിസ്ചാർജ് വലിയളവോളം അവസാനിക്കുകയും പേഷ്യൻ്റ് തുമ്മാനും വാട്ടർ ഡിസ്ചാർജ് ഉണ്ടാക്കാനും ആരംഭിക്കുന്നു. Then comes on a lycopodic headache with great suffering, with pressing pains, with hunger, and finally the coryza passes away and the thick yellow discharge returns and the headache subsides. അപ്പോൾ അതിനെ തുടർന്നൊരു ടിപ്പിക്കൽ ലൈക്കോപോഡിക് ഹെഡേക്കാണ് വരുന്നത്. അല്ലാതെ വിഷമങ്ങൾ, പ്രസ്സിങ് പെയിൻസ്, വിശപ്പ്, അവസാനം ഈ കൊറൈസ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ പഴയ തിക്ക് യെല്ലോ ഡിസ്ചാർജ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോഴേക്കും തലവേദന അവസാനിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പല ഭാഗങ്ങൾ തമ്മിലുള്ള, പല അവയവങ്ങൾ തമ്മിലുള്ള റിലേഷൻസ്
അല്ലെ കറസ്പോണ്ടൻസ് ലൈക്കോപീഡിയത്തിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.